ഡേയ് നമ്മുടെ സെൽവൻ്റെ കേസ് അറിഞ്ഞിരുന്നാ? 2 മാസം കൂടെ ഉള്ളൂ. അവരൊരു ഫീസ് അടച്ചിട്ടില്ല. അവൾ അവിടെ നിന്ന് അടയ്ക്കാണ്ടേ. അവൻ്റെ അച്ഛൻ വെച്ച് 2 മാസമേ ഉള്ളൂ, അതിനിടയ്ക്ക് ഫീസ് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ ശോകമാണ് അളിയാ. അതാണ് ഞാൻ പറയാൻ വന്നത്. എന്തോന്ന്? നമുക്ക് ക്ലാസ്സിൽ പറയാം. എന്നിട്ട് ഈ ഫണ്ടിൻ്റെ കുറച്ച് പൈസ അവന് ഷെയർ ആയിട്ട് കൊടുത്തല്ല? അത് നല്ല പരിപാടിയാണ് കേട്ടോ. ഓക്കെ, ക്ലാസ്സിൽ പറഞ്ഞ് പൈസ പിരിച്ചിട്ടേ അവൻ്റെ സെം ഫീസ് അങ്ങ് അടയ്ക്കാം. ഒറ്റ പേപ്പറിലേ ഉള്ളൂ. അതെന്തായാലും അവൻ പാസ്സാവുകയും ചെയ്യും. പാസ്സായി കഴിഞ്ഞാൽ ജോലിക്കെല്ലാം പോവാം. സത്യം. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ സാറിനെ കണ്ട് പറഞ്ഞാലാ? നമുക്ക് നാളെ നിസാമിസിൻ്റെ HOD പോയി കാണാം. എന്നിട്ട് പുള്ളിക്കാരി കണ്ട് കാര്യം പറഞ്ഞിട്ടേ കാര്യം ബോധിപ്പിച്ച് നോക്കിയല്ല? മൊത്തത്തിലൊന്ന് പറയാൻ പറയാം. എന്താ നമ്മളെ സെൽവൻ്റെ സെം ഫീസ് ഡ്യൂ ആണേ. അതിന് നമുക്കതൊന്ന് ഷെയർ ചെയ്ത് പിരിച്ചടച്ചു നോക്കിയല്ല? ഇല്ല, അവൻ്റെ അച്ഛൻ വെച്ച് 2 മാസമേ ഉള്ളൂ. നീ ഇങ്ങനെ പെരുമാറില്ലേ? അവൻ്റെ ഗതികേടുണ്ടല്ലേ, അതുകൊണ്ട് നിറച്ചാൽ പോരെ. പാവപ്പെട്ടവരാണ് വല്ല പണിക്കുവാണ്, അല്ലാണ്ട് കഞ്ചാവിക്കാൻ പോലെ ഉണ്ട്. വക്കാലത്ത് കൊണ്ടുപോകും. അങ്ങനെയല്ല, അവൻ്റെ നമുക്കിപ്പം അവൻ്റെ കഞ്ചാവ് സഹായിക്കാൻ പറ്റും, സഹായിച്ചാൽ മതി. 2 മാസം കൂടെ ഉള്ളു. സെം ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവൻ എക്സാം എഴുതാം. ജയിച്ചു കഴിഞ്ഞാൽ അവന് ജോലിക്കെല്ലാം പോകാൻ പറ്റൂല. ഇങ്ങനെ പോയാൽ നീ ആ മോട്ടിക്കാൻ പോയപ്പോലും സപ്പോർട്ട് ചെയ്യലോടാ. എന്തറിയാ ചുമ്മാ. ഞാൻ നീ ഇതെങ്ങോട്ട് പോണ? ഫോൺ വിളിക്കേ. ടീഷർട്ട് ഇട്ടുണ്ട്. അശ്വതേ, കള്ളൻ കള്ളൻ! അശ്വതേ, ഇറങ്ങിയോ, ഓട്! കള്ളൻ! കിരണേ, 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 കിരണേ! നിനക്കാൻ പറ്റിയാ? ഓക്കെ അല്ലേ? പോവാം. ഞാൻ പഴയ പറഞ്ഞല്ലേ, ഭക്ഷണമൊന്നും പറ്റൂല. വാ പോവാ.